ഞാൻ പറഞ്ഞു ഋഷഭദേവന്റെ മൂത്ത പുത്രനായിരുന്നു ആര്? കഥ പറഞ്ഞല്ലോ, ഋഷഭദേവന്റെ മൂത്ത പുത്രനായിരുന്നു ഭരതൻ. അപ്പൊ ഋഷഭദേവൻ പുത്രനെ രാജ്യഭാരമേൽപ്പിച്ച് അദ്ദേഹം പഴയ കാലത്ത് തപസ്സിനായിട്ട് കാട്ടിൽ പോകും. അപ്പം നമ്മളൊരു പ്രായമാവും തോറും ലൗകിക ജീവിതത്തിനേക്കാൾ കൂടുതൽ ഒരു ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം. എന്ന് വെച്ചാൽ എന്താണ്? കുറച്ചു നേരം ജപവും ധ്യാനവും അതൊക്കെ ആയിട്ട് ജീവിതം, വ്രതങ്ങളൊക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളൊരാൾക്ക് ഭാരമായി മാറില്ല. ഞാൻ ഒരു വ്യക്തമായി പറയാൻ ഈ പ്രായമുള്ള അമ്മമാരോട്, നിങ്ങൾ ദിവസവും കുറച്ച് സമയം രാവിലെ നേരത്തെ എണീറ്റ് കുറച്ച് ഓങ്കാരവും ജപവും ഒക്കെ ശീലിച്ചു നോക്കൂ. നിങ്ങൾ നിരന്തരം ചെയ്യുമ്പോൾ മരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോണ്ടി വരില്ല. സുന്ദരമായിട്ട് വീട്ടില് സമാധാനത്തോടുകൂടി മരിക്കാം. അപ്പൊ പ്രാണശക്തി മുകളിലേക്ക് ഉണരണം. ഗീതയിൽ 8-ാം അധ്യായത്തിൽ കൃഷ്ണൻ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ ജീവിച്ചാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി മരിക്കണ്ട എന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോസ്പിറ്റലിൽ പോയി മരിക്കണം എന്നുണ്ടാവും? പ്രായമായാല് ഉണ്ടോ? ഈ പ്രായമുള്ളവരോടാണ് ചോദിക്കുന്നത്. അല്ലാത്തവരോടൊപ്പം ആ ചോദ്യം കേട്ട അവരായിരിക്കും ഇപ്പൊ ഞങ്ങൾ ചാവാനല്ലല്ലോ വന്നത്, ഇനി എത്ര കടക്കണമെന്ന്. നമ്മൾ ചത്ത പോലെ ജീവിച്ചാൽ പിന്നെ ചാവേണ്ട കാര്യമില്ല. പിന്നെ അത് ഒരു പ്രോസസ്സ് മാത്രമാണ്. ഞാൻ ഈ പ്രായമുള്ളവരോട് പറയാണ്, നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതൊന്നും മിണ്ടാത്തത്. അപ്പൊ ഒരു 3-4 ലക്ഷം വേണം. എന്തിന്? മക്കൾക്ക് കൊടുക്കാനല്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നിങ്ങൾ എവിടെ കൊണ്ടിടും? വെന്റിലേറ്ററിൽ കൊണ്ടുപോയിടും, ICUല്. അതിന് മിനിമം ഒരു 10-20,000 രൂപ വേണ്ട ഡെയിലി? വേണം. ഒരു 10 ദിവസം കടത്തിയാൽ എത്ര രൂപയായി? പിന്നെ ഓരോ ഇഞ്ചക്ഷന് 2,000, 3,000, 4,000 കൂടെ വരുന്ന ആൾക്കാർക്ക് അവരെങ്ങനെയെങ്കിലും ഒരു 10-30,000 രൂപ ഉണ്ടാക്കും. ഉണ്ടോ? ഒരു 2-3 ലക്ഷം പോയി കിട്ടുമോ? 2-3 ലക്ഷം കുറവാ. ഞാൻ പറയുന്നത് സാധാരണ ഹോസ്പിറ്റലാണ്. ആ കുറച്ചുകൂടി നല്ല ഹൈഫൈ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ, മിനിയാന്നൊരു അമ്മ മരിച്ചു. ആ അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചതാണ്. 7 ലക്ഷമാണ് ബില്ല് കൊടുത്തത്. 12 ദിവസം കിടന്നേന്. എത്ര എന്തൊക്കെയോ മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ബില്ല് കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ചാവാൻ പൈസ കൊടുക്കുന്ന വർഗമാണ് ഹിന്ദുക്കൾ. ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നാ പിന്നെ കുഴപ്പമില്ല. ഞാൻ തമാശയല്ല പറഞ്ഞത്. ചാവാൻ പൈസ കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഹിന്ദു ഇരിക്കുന്നത്. ആണോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങള്? ആണോ? നിങ്ങൾക്ക് അങ്ങനെ മരിക്കണം താല്പര്യമുണ്ടോ? അവസാനം മക്കൾ പറയും ഒക്കെ എടുത്തു മാറ്റുമോ, പൊയ്ക്കോട്ടെ ഇങ്ങോട്ടെന്ന്. ഒരു ശല്യമായി തീരും നമ്മൾ, ഒരു ഭാരമായി തീരരുത്. കൃഷ്ണൻ പറയുന്നു ഗീതയില് 8-ാം അധ്യായത്തില്, മൂർധന്യാദായ പ്രാണം. മൂർധനി ആദായ, എനിക്ക് തോന്നുന്നു 8-ല് 6, 7, 4, 5 ശ്ലോകം. സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യച മൂർധന്യാദായ പ്രാണം. 8-ാമത്തെ ശ്ലോകം 12. അങ്ങനെയല്ലേ ഞാൻ ചൊല്ലുന്നത്? കറക്റ്റ് അല്ലേ? 12 എന്താ പറഞ്ഞത്? സർവദ്വാരാണി സംയമ്യ മനസ്സിനെ ഹൃദയം എന്ന് പറഞ്ഞാൽ അർത്ഥം, ഹൃദി എന്ന വാക്കിനർത്ഥം ഈശ്വരൻ എന്നാണ്. എന്താണ്? ബോധം. ആ മനസ്സിനെ ബോധത്തിൽ. അപ്പൊ എന്ത് വേണം? മനസ്സിനെ ബോധത്തിൽ എത്തിക്കാനാണ് നാമത്തിൽ എത്തിക്കുന്നത്. അപ്പൊ മനസ്സിനെ എവിടെ ഉറപ്പിക്കണം? ഹൃദയത്തിൽ ഉറപ്പിക്കണമെങ്കിൽ മനസ്സ് ഹൃദയത്തിലെത്തണം. മനസ്സിപ്പോ ഇരിക്കുന്നത് വാസനയിലാണ്. വാസനയിൽ നിന്നും അത് ഹൃദയത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് നാമം വേണം. എന്ത് വേണം? അപ്പൊ മനസ്സിനെ എവിടെ ഉറപ്പിച്ചാലേ ഹൃദയത്തിലേക്ക് വരുള്ളൂ? മനസ്സിനെ എവിടെ ഉറപ്പിച്ചാലേ ഹൃദയത്തിലേക്ക് വരുള്ളൂ? കൂടെ വരുന്നില്ല. നാമത്തിൽ ഉറപ്പിച്ചാൽ. പറയൂ. അപ്പൊ നാമം നമ്മുടെ ഉള്ളിൽ നിന്നിങ്ങനെ അനസ്യൂതം വരണം. നമ്മുടെ ഉള്ളിൽ, നമ്മൾ ബോധത്തിലല്ല അബോധത്തിൽ പോലും എന്ത് വരണം? അത്രയും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഏത്? നാമജപം. അങ്ങനെ ഹൃദയത്തിൽ ആരുറപ്പിച്ചോ മൂർധനി ആദായ പ്രാണം. പ്രാണനെ എങ്ങോട്ട് കൊണ്ടുവരണം? മൂർധനി. എവിടേക്ക് കൊണ്ടുവരണം? അങ്ങനെ മൂർധാവിലേക്ക് കൊണ്ടുവരാൻ അത് ജപിക്കും തോറും പ്രാണൻ എങ്ങോട്ട് വരും? ജപിക്കും തോറും പ്രാണൻ മരിക്കുന്ന സമയത്ത് മൂർധാവിലൂടെയാണ് പ്രാണൻ പോവേണ്ടത്. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുമ്പോൾ
ഒന്നാമത്തെ മാസം തല രൂപപ്പെടും. ഈ തലയ്ക്കകത്ത് ഒരു സുഷിരമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു, ബ്രഹ്മരന്ധ്രം എന്ന് പറയും. എന്താണ്? ഈ ബ്രഹ്മരന്ധ്രത്തിലൂടെയാണ് പ്രാണൻ വാസനകളെ ഈ തലയിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ മൂർധാവിലൂടെയാണ് ഒരാളെ എൻട്രി ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ സിമ്മിന്റെ സ്ലോട്ടിലൂടെ സിമ്മിട്ട് ഒരു മൊബൈൽ വർക്ക് ചെയ്യിക്കുന്ന പോലെയാണ് മൂർധാവിലെ സ്ലോട്ടിലൂടെയാണ് പ്രാണനും മനസ്സും ഈ ശരീരത്തിലേക്ക് എൻട്രി ചെയ്തത്. തിരിച്ചു പോകുമ്പോഴും ഏതിലെ പോണം? ഏതിലെ കൂടെ പോണം? അങ്ങനെ പോവണമെങ്കിൽ അതിന് നമ്മൾ മെനക്കെടണം. ഈ പ്രാണനെ എവിടെ എത്തിക്കണം? ഇപ്പോ നമ്മുടെ പ്രാണൻ ഇരിക്കുന്നത് താഴെയാണ്. ഈ താഴെയാണെന്ന് എങ്ങനെ മനസ്സിലായി? ശരീരത്തിന്റെ വേദന നമ്മൾ അറിയുന്നുണ്ടോ? പറയൂ. ഉണ്ട്. അപ്പൊ അതിനർത്ഥം അത് വാസനാബദ്ധിതമാണ്. പ്രാണൻ നമ്മളെ താഴോട്ട് വലിക്കുകയാണ്. പ്രാണൻ താഴോട്ട് വലിക്കുമ്പോഴാണ് നമുക്ക് വേദന അറിയുന്നത്. പ്രാണൻ താഴോട്ട് വലിക്കുമ്പോഴാണ് ദുഃഖങ്ങൾ അറിയുന്നത്. കാരണം പ്രാണൻ താഴോട്ട് വലിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ശക്തി കുറഞ്ഞു വരും. പ്രാണശക്തി മുകളിലേക്ക് വരുംതോറും വേദനയൊക്കെ കുറഞ്ഞു വരും. വേദന അറിയില്ല. മനസ്സിലാവുണ്ടല്ലോ? അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. വേദനയൊന്നും ഒട്ടും, അതാണ് ശരശയിൽ കിടക്കുന്ന ഭീഷ്മർക്ക് വേദന അറിയാതിരുന്നത്. പ്രാണൻ മൂർധാവിലേക്ക് നാമത്തിലൂടെ കൊണ്ടുവന്നാൽ വാർദ്ധക്യം ഒരു ദുരന്തം അല്ല. മരിക്കേണ്ട സമയത്ത് സുഖമായിട്ട് മരിച്ചു പോകും. ഈ പ്രാണനെ അവിടേക്ക് എത്തിക്കണമെങ്കിൽ വാസനയുടെ പിടിയിൽ നിന്നും മനസ്സിനെ നാമത്തിലൂടെ എന്ത് ചെയ്യണം? എത്ര നാമം ചൊല്ലേണ്ടതുണ്ട് നോക്കൂ നിങ്ങള്. ചില്ലറ കാര്യന്നാ വിചാരിച്ചിരിക്കുന്നത്? ഇത് തമാശ കളിയെന്നാ വിചാരിച്ചിരിക്കുന്നത്? മെനക്കെടണം. നല്ലവണ്ണം കഷ്ടപ്പെട്ടാലേ മനസ്സിനെ ഉയർത്തിയെടുക്കാൻ പറ്റില്ല. ഇപ്പൊ രാവിലെ എണീക്കണം, ചില ദിവസങ്ങളിൽ വ്രതമെടുക്കണം. അങ്ങനെ പരിശീലിച്ച് പോയാൽ നിങ്ങളെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഇല്ല. അങ്ങനെ പോട്ടെ. വേണോ വേണ്ടയോ? ഇത് സാധിക്കുന്നവരാണ്. നോക്കൂ, മൂർധന്യാതായ പ്രാണം. എന്നിട്ട് അടുത്ത വരി നോക്കൂ നിങ്ങൾ. അടുത്തത് എന്താ പറയുന്നത്? ഓമിത്യേ കാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൻ യത്യജൻ യാതി സയാതി പരമാം ഗതിം. അങ്ങനെ ആ മരിക്കുന്ന സമയത്ത്, ആ മരണം ഉള്ളിൽ തട്ടുന്ന സമയത്ത് ഓം എന്ന് ഭഗവാന്റെ ഒരു നാമം ജപിച്ച്, എന്ന് പറഞ്ഞാൽ ഏത് നാമം ജപിച്ച് മരിക്കുന്നോ അവർക്ക് സദ്ഗതി മാത്രമേ ഉള്ളൂ. കൃഷ്ണൻ അതാ പറയുന്നത്. ആരാണോ ഇങ്ങനെ ത്യജൻ ദേഹം ത്യജിക്കുന്നത്, യാതി മദ്ഗതിം പരാം, അവര് പരമമായ ഗതിയെ പ്രാപിക്കും എന്ന് ഗീതയിൽ ഉറപ്പു തരിക. ഇങ്ങനെ മരിക്കണോ? പറയൂ. അതല്ല വായിലും മൂക്കിലും കണ്ട ശരീരത്തിന്റെ ദ്വാരങ്ങളിലൊക്കെ പൈപ്പിട്ട് ഇതെന്താ പ്ലംബറിന്റെ പണിയും പോലെ ചെയ്ത് വായും തുറക്കാൻ വയ്യ, മൂക്കും വയ്യ, അങ്ങനെ ട്യൂബ് കണ്ട് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന കുപ്പിയും കണ്ട് ബോട്ടിലുകൾ കണ്ട് ഫ്യൂസ് അടിച്ചു പോയാൽ അടുത്ത ജന്മം ബോട്ടിൽ പിടിക്കാനായിട്ട് വരണം. ആ പാർട്ടികളൊക്കെയാണ് ഈ ബീവറേജിൽ ക്യൂ നിൽക്കുന്നത്. കഴിഞ്ഞ ജന്മം അങ്ങനെ പോയവരാവും. കാരണം മരിക്കുന്ന സമയത്ത് കണ്ട കുപ്പിയുടെ ഓർമ്മ പിന്നെ ജന്മം മറക്കില്ല. അതിങ്ങനെ ഉള്ളിൽ തന്നെ കിടക്കും. അതുകൊണ്ട് ചാവുന്ന സമയത്ത് ഹോസ്പിറ്റലുകാർ തൂക്കിയിട്ട പൈപ്പുകളും ഹോസ്പിറ്റലുകാർ തൂക്കിയിട്ട ബോട്ടിലുകളും കണ്ടല്ല മരിക്കേണ്ടത്. പറയൂ നിങ്ങള്. അങ്ങനെ മരിക്കണോ? വേണ്ട, മെനക്കെടണം. ഇപ്രകാരം ഭരതനെ രാജ്യം ഭരിച്ചു. ഭരതൻ രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിന് മക്കളൊക്കെ, മൂത്ത മകൻ ഏറെക്കുറെ ഭരണപ്രാപ്തനായപ്പോൾ രാജ്യമേൽപ്പിച്ചു. നേരെ ഭരതൻ തപസ്സിന് പോയത് നേപ്പാളിൽ, ഭൂട്ടാനും അതിർത്തിയിൽ ഒരു സ്ഥലമാണ് മുക്തിനാഥ് എന്ന് ഇന്ന് പറയും. അന്ന് ആ സ്ഥലത്തിന്റെ പേര് അവിടെ പറയാം പുലഹാശ്രമം എന്ന് പറയും. അത് കാളി ഖണ്ഡകി നദിയുടെ തീരത്താണ്. എവിടെയാണ്? കാളി ഖണ്ഡകി നദിയുടെ തീരത്താണ്.
ഈ കാളീഗണ്ഡകി നദിയുടെ തീരത്തുള്ള ആ സ്ഥലത്ത്, ഈ കാളീഗണ്ഡകി നദി എന്നൊക്കെ നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എന്തിലാ കേട്ടത്? എന്താണ് കേട്ടിരിക്കുന്നത്? ഈ കാളീഗണ്ഡകി നദിയിൽ ഒഴുകി വരുന്ന ഒരുതരം ശിലകളെയാണ് സാളഗ്രാമങ്ങൾ എന്ന് പറയാ. എന്താണ് സാളഗ്രാമം? അപ്പം ഭഗവാൻ പണ്ട് കാലത്തൊക്കെ ഈ ക്ഷേത്രങ്ങളില് ഈശ്വരന്റെ പ്രതീകങ്ങളായി പൂജയ്ക്ക് വെച്ചിരുന്നത് പഴയ ഇല്ലങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഏത്? സാളഗ്രാമം. അപ്പൊ നമുക്ക് ശിവന്റെ സാളഗ്രാമങ്ങളുണ്ട്, വിഷ്ണു സാളഗ്രാമങ്ങളുണ്ട്, ദേവിയുടെ സാളഗ്രാമങ്ങളുണ്ട്. ഇതൊക്കെ ഈ ഗണ്ഡകി നദിയിൽ നിന്ന് വരുന്ന ശിലകളാണ്. അതിൽ ഒരു സുദർശന ചക്രം രൂപപ്പെടും ഈ കല്ലുകളിൽ. അത് അവിടെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഇപ്പോഴതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്ടംമാതിരി വരുന്നുണ്ട്, പറ്റിക്കലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒറിജിനൽ മനസ്സിലായില്ലേ? ആ കാളി ഗണ്ഡകി നദി എന്നാണ് ഇപ്പോൾ നമ്മുടെ അയോധ്യയിൽ നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തില് ശ്രീരാമസ്വാമിയുടെയും സീതയുടെയും വിഗ്രഹം ഉണ്ടാക്കാനുള്ള ശില കൊണ്ടുപോയിരിക്കും. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും അയോധ്യയിൽ പോകുമ്പോൾ ആ ശില കാണുമ്പോൾ ഓർക്കുക, ആ ശില കാളി ഗണ്ഡകി നദിയിൽ നിന്നും കൊണ്ടുവന്നതാണ്. അപ്പൊ ഈ കാളി ഗണ്ഡകി നദിയുടെ തീരത്തുള്ള ഒരു ആശ്രമമാണ് പുലഹാശ്രമം. ഇന്ന് അതിനെ മുക്തിനാഥ് എന്ന് പറയും. ഈ മുക്തിനാഥത്തിൽ ഞാൻ ഒരു മാസം മുമ്പ് മുക്തിനാഥിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ അത്രയൊരു വളരെ ഒരു ആധ്യാത്മിക ചൈതന്യമുള്ള സ്ഥലമാണ് ഈ മുക്തിനാഥം. അപ്പൊ ഈ മുക്തിനാഥത്തിന് അവിടെ തപസ് ചെയ്യാം. ഒരു ദിവസം ഇദ്ദേഹം ഒരു മാനിന്റെ ദയനീയമായ കരച്ചിൽ കേട്ടു. അദ്ദേഹം ഇറങ്ങിച്ചെന്ന് താഴോട്ട് നദിയുടെ തീരത്തേക്ക്. അപ്പൊ ഈ മാൻ പേടിച്ചോടി വരികയാണ്. അപ്പൊ ഈ പുലികളൊക്കെ ഉണ്ടാവും, ഹിമാലയ സാനക്കളിൽ ഹിമപുലികൾ. ഇതെന്തോ ഇതിനെ പിടിക്കാൻ വേണ്ടി വരികയാണ്. അതാണെങ്കിലോ ഗർഭം അത്രയും പാകമായിട്ട് നിൽക്കുകയാണ്, വയറൊക്കെ അങ്ങനെ തൂങ്ങിയിട്ട്. ഈ ഗർഭിണിയായ മാൻ പ്രാണരക്ഷാർത്ഥം ഗണ്ഡകിയിലേക്ക് ഒറ്റച്ചാട്ടം, അല്ലെങ്കിൽ ആ പുലി പിടിക്കുക അതിനെ. രാജാവ് നോക്കുമ്പോൾ കാണുന്നത് ഈ ചാട്ടത്തിൽ കുട്ടി പുറത്തിയാടി ഗർഭത്തിൽ നിന്ന് ചോരങ്ങട്ട് വന്ന് ഈ പാവം തള്ളപ്പെടഞ്ഞ് ചത്തുപോയി. ഈ കുട്ടിയാണെങ്കിലോ പിഞ്ചു കുട്ടി, അത് കടന്ന് പെടയ്യ. രാജാവ് നദിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കുട്ടിയെടുത്ത് അതിനെ കഴുകി വൃത്തിയാക്കി അതിനെവിടുന്നോ പാലൊക്കെ സംഘടിപ്പിച്ച് കൊടുത്ത് രാജാവ് അതിനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. അങ്ങനെ ആ രാജാവ് മാനിനൊക്കെ വളർത്തിയൊരു പാകത്തിലെത്തി. മാൻ ഓടിച്ചാടി കളിക്കുന്ന ഒരു പ്രായമായി. രാജാവും മാനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്സായി, കട്ട സുഹൃത്തുക്കളായി. രാജാവ് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ ഇത് പോയി തല കൊണ്ട് മുട്ടും, മേല് വന്ന് പൂച്ചയെ പോലെ, പൂച്ചകളൊക്കെ കണ്ടില്ലേ, മേല് വന്നിങ്ങനെ ഒന്ന് ഉരയ്ക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ രാജാവിനൊരു സുഖം. രാജാവ് ക്രമേണ ഈ മാനിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിച്ചു. അവസാനം മരണം അടുത്തു. രാജാവിന് മനസ്സിലായി മരണം തന്നെ വേട്ടയാണ്. ആ സമയത്ത് രാജാവ് ഉള്ളിലേക്ക് നോക്കുമ്പോഴൊക്കെ ഒരു വിഷമം. എന്താ വിഷമം? ഈ മാനിനെ വിട്ടുപിരിയണമെന്ന്. ഈ വിഷമത്തോടുകൂടി രാജാവ് മരിച്ചതും വേറൊരു മാനിന്റെ കുഞ്ഞായി ജനിക്കേണ്ടി വന്നു. അപ്പം മരണസമയത്ത് നമ്മൾ എന്തിനെ ഓർത്ത് വിഷമിച്ച് മരിക്കുന്നുണ്ടോ, അടുത്ത ജന്മം പറയൂ അതിനനുസരിച്ച് വരണം. ഇത് ഞാൻ പറയുന്നതല്ല, ഈ ശ്ലോകം നിങ്ങൾ ഓർത്തോളണം. ഗീതയിൽ 8-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് പുനർജന്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഗീത പോലൊരു കൃതി വേറെ ഇല്ല. 8 ഈ ശ്ലോകം നിങ്ങളൊക്കെ പഠിച്ചു വെക്കണം, വല്ലവർക്കും പറഞ്ഞു കൊടുക്കണം. മരണസമയം എങ്ങനെയായിരിക്കണം നോക്കൂ. യം വാവിസ്മരൻ തെക്വാ. 8-ാമത്തെയോ 6-ാമത്തെയോ 5-ാമത്തെ ശ്ലോകമായിരിക്കണം. എത്രാമത്തേന്ന്? 6-ാമത്തെ ശ്ലോകം ചൊല്ലു. യം വാവി സ്മരൻ ത്യജത്യന്തേ കളേപരം തം അവൈതി കൗന്തേയ സദാ
തദ്ഭാവഭാവിത്. ഇതാണ് ശ്ലോകം. ശ്രദ്ധിക്കുക. യം 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 എന്ന് പറഞ്ഞാൽ ഏതേത്, സ്മരൻ ഭാവം. ഏതേത് കാര്യങ്ങളാണോ നിങ്ങൾ സ്മരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ മരിക്കുന്ന സമയത്ത് വേദനയാണ്, ദുഃഖമാണ്, വിഷമമാണ്, അതാണ് മനസ്സിലുള്ളത്. മനസ്സ് വളരെ വിഷമിച്ചിട്ടാണ് മരിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരാൾ ത്യജത്യന്തേ കളയപരം. ശരീരം കളയപരം എന്ന് പറഞ്ഞാൽ ശരീരം ത്യജത്യന്തേ, ത്യജിക്കുക എന്ന് വെച്ചാൽ മരിക്കുന്നു. തം തം അവൈതി. അവൈതി എന്ന് പറഞ്ഞാൽ എടുക്കുന്നു. തം, അതുപോലെയുള്ളൊരു ശരീരം അവര് എടുക്കുന്നു. സദാ, എപ്പോഴും തദ്ഭാവഭാവിത്. അവരവരുടെ ഭാവനകൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരവരുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും അടുത്ത ജന്മങ്ങൾ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ദുഃഖികളായാൽ അടുത്ത ജന്മവും വളരെ ദുരിതവും ദുഃഖവും നിറഞ്ഞ ജീവിതം. എന്തേ ദൈവം എനിക്കിങ്ങനെ ജന്മം തന്നു വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനതിൽ പങ്കില്ല. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ദുരിതം ഇവിടം കൊണ്ട് തീരില്ല. ഉണ്ടാക്കുന്ന ദുരിതം മനസ്സിലാവേണ്ട നിങ്ങൾക്ക്. പെൺകുട്ടികൾ മനസ്സിലാക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞു കാപിലയോപാഖ്യാന സമയത്ത്, കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾ, നിങ്ങളെല്ലാവരും അനുഷ്ഠാനമില്ലെങ്കിൽ എഗ്ഗാണ് ഒരു അണ്ടത്തെ കയറി പിടിക്കുന്നത്. എഗ്ഗാണ് ഒരു സ്പേമിനെ കയറി പിടിക്കുന്നത്. മനസ്സിലായില്ല? സ്ത്രീയുടെ ശരീരത്തിൽ ഒരു അണ്ടമാണ്. ആണിന്റെ ശരീരത്തിൽ നിന്ന് വരുന്നത് അനവധി ബീജാണുക്കളാണ്. അതിൽ ഒരു ബീജാണുവിനെയാണ് ഈ അണ്ടം സ്വീകരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ മനസ്സിൽ വേണ്ടത്ര ഉപാസനകൾ ഇല്ലാതെ പോയാൽ ഈ കയറിപ്പിടിക്കുന്ന സാധനം ഡിഫക്റ്റീവായാൽ മരിക്കുന്നത് വരെ ദുരിതം അനുഭവിക്കുക. നിങ്ങളൊരു നഴ്സറി പോയി ചെടി തെരഞ്ഞെടുക്കുന്ന പോലെയാണ് ഒരു എഗ്ഗ് ഒരു സ്പേമിൽ ഒന്നിനെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ സ്ത്രീകളെ, പെൺകുട്ടികൾ കുറച്ചുകൂടി അച്ചടക്കം. അവരെ കൊണ്ട് തിങ്കളാഴ്ച വ്രതം, ഏകാദശി വ്രതം, ആ വ്രതം, ഈ വ്രതമൊക്കെ. പക്ഷെ ഈ ഒരു കാര്യത്തിനല്ല. കാരണം അവരെ മനസ്സ് സ്ട്രോങ് ആയാലേ, മനസ്സിന് ശക്തി ഉണ്ടായാലേ എടുക്കുന്ന ബീജം നല്ല സർവശ്രേഷ്ഠമായ ബീജമായി അവർക്കൊരു ശ്രേഷ്ഠയായ അമ്മയായിട്ട് തീരാൻ അവർക്ക് പറയൂ സാധിക്കുകയുള്ളൂ. ദുരിതങ്ങൾ പിടിച്ചൊരു മക്കൾ വന്നാൽ മരണം വരെ ദുഃഖിക്കാം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഒരു സയൻസാണ്. ഇതൊക്കെ അമ്മമാര് പറഞ്ഞു കൊടുക്കണ്ടേ കുട്ടികൾക്ക്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാവിലെ കുട്ടികളെ കൊണ്ട് ഈ അമ്പലത്തിൽ വരലും പ്രാണായാമവും ജപവും ഒക്കെ ഒരു അവർക്ക് പറയൂ ശീലമാക്കി നമ്മുടെ വീടുകൾ മാറ്റിയെടുക്കണം. കേട്ടോ? നിങ്ങള് തമാശയായിട്ട് എടുക്കരുത്. ഇതെല്ലാം നാളെ ജീവിതത്തിന്റെ ദുരന്തങ്ങളായി അവർക്ക് പറയൂ മാറും. അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നിരന്തരം പ്രയത്നിക്കണം. നിൽക്കട്ടെ, ഇവിടെ മാനിനെ സ്മരിച്ച് ആ വേദനയിലാണ് ആര് മരിച്ചത്? ഭരതൻ മരിച്ചത്. അങ്ങനെ ഭരതൻ അടുത്ത ജന്മം ആരാവണം? ഒരു മാനാവണം. കാരണം ആ വേദനയിലാണ് ആള്. നിങ്ങളുടെ വീട്ടിൽ പട്ടിയെ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാവാൻ നേരത്ത് അയ്യോ ഇനിയിപ്പൊ അതിനാരാ ചോറ് കൊടുക്കുക പോയി. പിന്നെന്തായി തീരണം? അടുത്ത ജന്മം വാലാട്ടി വരണം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പട്ടികൾക്കുണ്ടല്ലോ മനുഷ്യരെക്കാളും സ്നേഹം കൂടുതലുള്ളത്.